ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ SSC മലയാളിൻ്റെ മിഷൻ ബാച്ച് നമ്മൾ 2-4 ദിവസം മുമ്പ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുട്ടികളത് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ വീഡിയോ താഴെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫീസ് കുറച്ച് കൂടുതലാണ്, ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്രയാണ്, അപ്പോൾ ഇവിടെ മാത്രം ഇത്ര ഫീസ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ മാനിച്ചിട്ട് ഫീസ് കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളന്ന് ആ ഫീസ് വെച്ചിട്ടുള്ള അതിന് തക്കതായ കാരണങ്ങളുണ്ടായിരുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഇപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കി ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എങ്ങനെയാണ് മിഷൻ ബാച്ച് എന്നൊക്കെ. അപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എനിക്കറിയാൻ പറ്റിയെന്ന് വെച്ചാൽ അത് ബേസിക് ക്ലാസ്സുകൾ കഴിഞ്ഞ ഉടനെ ലെവൽ 2 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കുട്ടികളെ പിടിച്ചിട്ട് ആ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യുന്ന രീതിയൊക്കെയാണെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് അത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. പക്ഷേ നമ്മളിവിടെ അങ്ങനെയല്ല, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് മിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ നിങ്ങൾ കംപ്ലീറ്റ് ഷെഡ്യൂൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓഫ്ലൈൻ ആണ് അല്ലേ. ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ ഓഫ്ലൈൻ റെഗുലർ ബാച്ചിൽ നമ്മുടെ ഫീസ് എന്ന് പറഞ്ഞാൽ 15,000 പ്ലസ് GST ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 6 മാസത്തെ ഡ്യൂറേഷൻ. അപ്പോൾ അതിൻ്റെ പകുതി ഡ്യൂറേഷൻ വരുന്നുണ്ട് മിഷൻ ബാച്ച്. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ എന്നിട്ടും നമ്മൾ അതിൻ്റെ പിന്നെ റേറ്റ് വെച്ച് 6,500 വെച്ച് പിന്നെ ഓൺലൈൻ നമ്മുടെ സ്കോളർഷിപ്പ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് വീണ്ടും ഒരു 500 രൂപ ഡിസ്കൗണ്ടൊക്കെ വെച്ച്. അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് കൂടുതൽ വന്നതുകൊണ്ട് നമ്മൾ ട്രയൽ ബേസിസിൽ നമ്മൾ ഈ പ്രാവശ്യത്തേക്ക് മാത്രം നമ്മൾ ഫീസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാണ്. എങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ SSC മലയാളി എല്ലാ ഫീസും ഏതൊരു കോച്ചിങ്ങിൻ്റെ ആയാലും ഫീസ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊടുക്കൽ. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ വെറും യൂട്യൂബ് വീഡിയോയിൽ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് അല്ലേ. നിങ്ങൾക്കറിയാം നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. SSC മലയാളിൻ്റെ CGL CXL കംപ്ലീറ്റ് ലൈവ് ഓൺലൈൻ ബാച്ച് നമ്മൾ കൊടുക്കുന്നത് വെറും 3,499 രൂപക്കാണ്. അത്രയും ക്വാളിറ്റി ക്ലാസ്സുകൾ ഈ ഒരു റേറ്റിന് വിത്ത് 1 ഇയർ വാലിഡിറ്റി നിങ്ങൾക്ക് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ പരിപാടി നിർത്താൻ റെഡിയാണ് കേട്ടോ. കാരണം ക്വാളിറ്റി ക്ലാസ്സുകളാണ്, വെറുതെ ഏതെങ്കിലും ക്ലാസ്സുകളല്ല, ക്വാളിറ്റി ക്ലാസ്സുകൾ. നമ്മുടെ ക്ലാസ്സുകളെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ക്വാളിറ്റി ക്ലാസ്സുകൾ. നിങ്ങൾക്ക് അതിനെ നമ്മുടെ അഹങ്കാരം എന്ത് വേണമെങ്കിലും വിളിക്കാം, പക്ഷേ അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്രയും എമിനൻ്റ് ആയിട്ടുള്ള SSC പറ്റി അത്രയും അറിയുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നമ്മുടെ ക്ലാസ്സിനെ പറ്റി വരുമ്പോൾ ക്വാളിറ്റി ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടു നോക്കിയാൽ, നമ്മുടെ എൻ്റെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ കൂടുതൽ ഏത് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകൾ കണ്ടു നോക്കിയാൽ ആ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ക്വാളിറ്റി ക്ലാസ്സുകൾ അത്രയും അഫോർഡബിൾ പ്രൈസിൽ നമ്മുടെ ഓൺലൈനിൽ, കാരണം ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ എക്സ്പെൻസ് ഇല്ല, നമുക്ക് ജസ്റ്റ് ഒരു റൂം, ഒരു TV, പിന്നെ ഫാക്കൽറ്റീസിൻ്റെ പേയ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫീസ് നമ്മൾ അത്രയും റെഡ്യൂസ് ചെയ്യുന്നത്. CGLൻ്റെ ഫീസ് 3,499 ഗ്രൂപ്പ് ഡി ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് വെറും 500 രൂപയാണ് ഗ്രൂപ്പ് ഡിൻ്റെ ഫീസ് വരുന്നത്. NTPCൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 99 രൂപയ്ക്ക്. നമ്മുടെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി പ്രമാണിച്ച് വെറും 99 രൂപക്കാണ് SSC മലയാളി NTPCൻ്റെ കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ അഫോർഡബിൾ എന്നുള്ള സാധനം നമ്മൾ യൂട്യൂബ് വീഡിയോസിൽ മാത്രമല്ല നമ്മുടെ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഓഫ്ലൈൻ ആയി വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. എന്നാലും നമ്മുടെ ഓഫ്ലൈൻ റെഗുലർ ബാച്ചിൻ്റെ ഫീസൊക്കെ വെറും 15,000 പ്ലസ് GST ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ചുറ്റും പല ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ മനസ്സിലാവും അത്രയും അഫോർഡബിൾ ആയിട്ട് അത്രയും കുറഞ്ഞുള്ള ഫീസിലാണ് മാക്സിമം നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇനിയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നഷ്ടമായിട്ട് നമ്മൾ പൂട്ടിപ്പോണ്ടി വരും, അങ്ങനത്തെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെപ്പോൾ പറയുന്ന പോലെ ഇതൊരു ബിസിനസ് തന്നെയാണ്. പക്ഷേ നമുക്കറിയാം നമുക്കിവിടെ ഒരുപാട് കുട്ടികളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഫാക്കൽറ്റീസ് ഉണ്ട്, ഇവരുടെയൊക്കെ എക്സ്പെൻസും കാര്യങ്ങളും സാലറി ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യണം. അതിന് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്തേ പറ്റൂ. അല്ലാതെ പക്ഷേ നമുക്ക് വലിയൊരു എന്താ പറയുക, വെറും ഒരു പ്രോപ്പർ ബിസിനസ് എന്നുള്ള രീതിയിലേക്കൊന്നും നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ബട്ട് അങ്ങനെ പോകാനുള്ള ഉദ്ദേശം SSC മലയാളി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല. കാരണം SSC മലയാളി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് രൂപം കൊണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഒരു ക്ലാസ്സുകളോ മലയാളത്തിലൊരു ക്ലാസ്സുകളോ ഒന്നും SSC പോലത്തെ പരീക്ഷകൾക്ക് വേണ്ടി ഇല്ലാതിരുന്ന ഒരു കാലത്ത് ക്ലാസ്സുകൾ കൊടുത്തു തുടങ്ങാൻ SSC മലയാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ചുറ്റുമുണ്ട്. പക്ഷേ അന്ന് നിങ്ങൾ നോക്കുക, ഒരു 4-5 വർഷം മുമ്പ് ആ കൊറോണ സമയത്തൊക്കെ എല്ലാവരും പകച്ചു നിന്ന് ഒരു ക്ലാസ്സുകളോ കാര്യങ്ങളോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ഇല്ലാത്ത സമയത്ത് SSC മലയാളിയിൽ വന്നിട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ മാത്രമേ പല കുട്ടികൾക്കും അന്ന് ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ പഠിച്ചുകൊണ്ട് കേരളത്തിലെ പല ടോപ്പേഴ്സുകളും SSC മലയാളീൻ്റെ ഗൈഡൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലും യൂട്യൂബ് ചാനലൊക്കെ പഠിച്ച് കയറിയ ആളുകൾ ഇപ്പോഴും പഠിക്കുന്നുണ്ട്, അന്നും പഠിച്ചിട്ടുണ്ട്. വെറും ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റ് കയറുന്ന ആളുകളല്ല ഞാൻ പറഞ്ഞത്, കേരളത്തിൽ കയറിയ ടോപ്പേഴ്സ് പല ആളുകളും SSC മലയാളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പല കാര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ തരുന്നുണ്ട്. പക്ഷേ അന്ന് വെറും SSC മലയാളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് SSC മലയാളം എങ്ങനെയാണ് രൂപം കൊണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ഫീസ് കേട്ടോ. നമ്മൾ നിങ്ങളുടെ റിക്വസ്റ്റ് കാര്യങ്ങൾ പല ആളുകളും ചില മോശമായ രീതിയിൽ താഴെ കമൻറ്റ് ഇട്ടതുകൊണ്ട്, നല്ല രീതിയിൽ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്, ഫീസ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചില ആളുകൾ ചില മോശമായ രീതിയിൽ കമൻറ്റ് ഇടുന്ന കാര്യം അങ്ങനത്തെ ഒരു നമ്മളോട് വിളിച്ച് സംസാരിക്കുകയോ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അല്ലാതെ നിങ്ങൾ പൈസ റെഡ്യൂസ് ചെയ്യണമെന്ന് നല്ല രീതിയിൽ പറഞ്ഞു, നിങ്ങൾ കുറ്റം പറഞ്ഞൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫീസ് കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മുടെ CGL CSL ഓൺലൈൻ ബാച്ച് ഇപ്പോൾ ലൈവായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറും 10 ദിവസത്തെ ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. 3,499 രൂപയാണ് ഫീസ്. SSC മലയാളം ആപ്ലിക്കേഷൻ വഴി ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡി നമ്മൾ ഈ വരുന്ന ഫെബ്രുവരി 24, കാരണം 23-നാണ് ഗ്രൂപ്പ് ഡിൻ്റെ നോട്ടിഫിക്കേഷൻ തീരുന്നത്. അപ്പോൾ 24 നിങ്ങൾക്ക് എന്തുണ്ട്, അതിൻ്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുക. 24 സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളത്, അതിൻ്റെ ഷെഡ്യൂളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എന്തായാലും 3 to 4 months ഡ്യൂറേഷനുള്ള ഗ്രൂപ്പ് ഡിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് വെറും 499 rupees നിങ്ങൾക്ക് നമ്മുടെ SSC മലയാളം ആപ്ലിക്കേഷൻ വഴി ഇപ്പോൾ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, പിന്നെ നമ്മുടെ മിഷൻ ബാച്ചിനെ പറ്റി ഞാൻ പറയാം. മിഷൻ ബാച്ച് ഇത് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടില്ലാണ്, പക്ഷേ കുറേ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടില്ല. മിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് March 1 മുതലാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 months കംപ്ലീറ്റ് ക്ലാസ്സുകളായിരിക്കും. മൺഡേ ആഴ്ചയിൽ 3 ദിവസം, ഏത് കറക്റ്റ് ദിവസം ഫിക്സ് ചെയ്തിട്ടില്ല, പക്ഷേ ആഴ്ചയിൽ 3 ദിവസം ക്ലാസ്സുകൾ ഉണ്ടാവും. ഫുൾ ഡേ ക്ലാസ്സുകളായിരിക്കും. ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ
എല്ലാം നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ഇതിന് വേണ്ട കംപ്ലീറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ഒരുക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 1 പിന്നെ വേറൊരു കാര്യം, നമ്മൾ മിഷൻ ബാച്ച്, നമ്മുടെ ഫസ്റ്റ് മിഷൻ ബാച്ച് ആയതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ വരുന്ന ഞായറാഴ്ച 16-ാം തീയതി രാവിലെ 10 മണിക്ക് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചിട്ടാണ് ആ സ്കോളർഷിപ്പ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന. താല്പര്യമുള്ള ആളുകൾ താഴെ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ ഓൾറെഡി ഫില്ല് ചെയ്ത ആളുകൾ ചെയ്യേണ്ട, ഫില്ല് ചെയ്യാത്ത ആളുകളുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതിൻ്റെ ബേസിൽ നിങ്ങളെ, കാരണം രജിസ്ട്രേഷൻ നിർബന്ധമാണ്, രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുള്ളത്. കാരണം എത്ര കുട്ടികൾ വരുന്നുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് താഴെ നമ്മൾ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളത് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പേഴ്സിൽ നോക്കിയേ, ആദ്യത്തെ 3 റാങ്ക് എത്തുന്നവർക്ക് 100% ഫ്രീ ആണ്. പിന്നെ 4, 5, 6 50%, ബാക്കിയുള്ളവർ 7 to 10 20%. പിന്നെ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മുടെ കോഴ്സിൽ 500 rupees എക്സ്ട്രാ ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ നമ്മുടെ പുതിയ ഫീസ് എത്രയാണെന്നായിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടത്, ഞാൻ വെറുതെ പറയുന്നില്ല. പുതിയ ഫീസ് എത്രയാണ്? 3999 രൂപയാണ് നമ്മുടെ പുതിയ ഫീസ് കേട്ടോ. നമ്മൾ 6500 പറഞ്ഞിരുന്നത്. അതിൽ നിന്നും ഒരു ട്രയൽ ബേസിൽ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റ് മിഷൻ ബാച്ച് അല്ലേ, നമുക്ക് എങ്ങനെയാണിത് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ടോ, എത്ര കുട്ടികൾ വരുന്നുണ്ട്, നമുക്കിത് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് 3999 രൂപയാണ് ഈ ഒരു ബാച്ചിൻ്റെ ഫീസ് വരുന്നത്. സ്കോളർഷിപ്പ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ പുറമെ നമുക്ക് എന്ത് ചെയ്യും, ഒരു 500 രൂപയും കൂടെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. പിന്നെ 3 months ഡ്യൂറേഷനാണ്. ക്ലാസ് മാർച്ച് 1 ആരംഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, ക്ലാസ്സിൻ്റെ ക്വാളിറ്റി, അത് മിഷൻ ബാച്ച് ആയിക്കോട്ടെ, നമ്മൾ ഏത് ക്ലാസ് ആയാലും ക്ലാസ്സിൻ്റെ ഇപ്പോൾ 99 രൂപ കൊടുക്കുന്ന NTPCൻ്റെ ക്ലാസ് ആണെങ്കിൽ പോലും നിങ്ങൾ കാര്യം ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടാലൊക്കെ മനസ്സിലാവും. അല്ല നമ്മൾ 99 രൂപയ്ക്ക് NTPC കൊടുക്കുന്നതുകൊണ്ട് അത്രയും ക്വാളിറ്റി കുറച്ചുള്ള ക്ലാസ്സുകളൊന്നുമല്ല. ആ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വരുന്ന കുട്ടികളോട് നിങ്ങൾ ചോദിച്ചാൽ മതി, സ്ഥിരമായിട്ട് കാണുന്ന കുട്ടികളോട് ചോദിച്ചാൽ മതി എത്രത്തോളം ക്വാളിറ്റിയിലാണ് SSC മലയാളി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രൈസ് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ, നമ്മളതിന് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും കാര്യങ്ങളും ചെയ്യുന്നില്ല. അത് തന്നെയായിരിക്കും മിഷൻ ബാച്ചിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ, അതായത് പിന്നെ ഓൾറെഡി ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരും ഈ ഒരു മിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനും നിൽക്കരുത്. കാരണം ഓൾറെഡി ഒരു വൺസ് കോച്ചിങ് എടുത്ത് അല്ലെങ്കിൽ ഓൾറെഡി കാര്യങ്ങളൊക്കെ ബേസൊക്കെ അറിയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് മിഷൻ ബാച്ച്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ മാത്രം ഇതിൽ ജോയിൻ ചെയ്യുക. അങ്ങനത്തെ ആളുകൾ മാത്രം താഴെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അല്ലാതെ ഒരു ക്രാഷ് കോഴ്സ് 1 monthൻ്റെ, ഇനിയിപ്പോൾ പരീക്ഷ വരികയാണ്, അപ്പോൾ ഒരു 1 monthൻ്റെ ക്രാഷ് കോഴ്സ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ജോയിൻ ചെയ്ത് ക്രാഷ് കോഴ്സൊക്കെ നമ്മൾ വേറെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഒരു ബിഗിനേഴ്സിന് വെറുതെ ക്രാഷ് കോഴ്സൊക്കെ നമ്മൾ ഒരു April May മാസത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇത് നമ്മൾ മിഷൻ ബാച്ച് ഓൾറെഡി പഠിച്ചിട്ടില്ല, കഴിഞ്ഞ വർഷം Tier 1 ക്ലിയർ ചെയ്ത്, അല്ലെങ്കിൽ Tier 1 മാർക്ക് ടിയർ കട്ട് ഓഫിൻ്റെ അടുത്തെത്തിയ ആളുകൾ, ഓൾറെഡി സിലബസ് കവർ ചെയ്ത ആളുകൾ, അങ്ങനത്തെ ആൾക്ക് വേണ്ടിയിട്ടാണ് മിഷൻ ബാച്ച്. ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ ഇതാണ് ഫീസ് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ, 3999 രൂപ. താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്പർ ഇതാ ഈ കാണുന്ന നമ്പറിൽ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ SSC മലയാളിൻ്റെ CGL ലൈവ് കോഴ്സും പിന്നെ ഗ്രൂപ്പ് ഡിൻ്റെ കോഴ്സും ലൈവാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ അത് പർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മുടെ SSC മലയാളി ആപ്ലിക്കേഷൻ കയറിയിട്ട് നോക്കുക. ഓക്കെ, കയറിയിട്ട് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇനിയും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ പരമാവധി ഡേ ടൈമിൽ കേട്ടോ, ഡേ ടൈമിൽ രാവിലെ 9:30 to 5 വരെ. ഇനി നൈറ്റ് ടൈം മെസ്സേജ് അയച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പരമാവധി ഡേ ടൈമിൽ മെസ്സേജ് അയക്കാൻ അവർ നിങ്ങൾക്ക് റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.